ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറ്റിയിരിക്കുന്നത് ഇൻക്ലൂഡിങ് CC 500 തന്നെ വരുന്ന ഒരു 10 എഗ്ലോണിമ കോമ്പോസ് ഉണ്ട് കേട്ടോ. അതിൽ 2 പ്ലാന്റ് വീതമുള്ള സെറ്റുകളുണ്ട്, 3 പ്ലാന്റ് വീതമുള്ള സെറ്റുകളുണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റ്സൊക്കെ നമുക്ക് പുതിയത് വന്നിട്ടുണ്ട്. നല്ല റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ്, പിന്നെ പുതിയ വെറൈറ്റിയായ ഗോൾഡൻ സ്പൂണ്, ബ്ലാക്ക് കോബ്ര കഴിഞ്ഞിരിക്കുമായിരുന്നു, അതൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കോംബോകളായിട്ട് പരിചയപ്പെടാം. പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി DTDC കൊറിയർ സർവീസ് വഴിയാണ് കൊറിയർ അയക്കുന്നത്. പിന്നെ ഇൻക്ലൂഡിങ് CC പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിലത്തെ CC ആണ് കേട്ടോ നമ്മൾ പറയണത്. കേരളത്തിന് പുറത്തേക്ക് ആകുമ്പോൾ എമൗണ്ടിൽ ചേഞ്ച് വരും. അപ്പോൾ ഓക്കെ, നമുക്ക് ഓരോ കോമ്പോസായിട്ട് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോമ്പോക്കകത്ത് വരുന്നത് ഗോൾഡൻ സ്പൂണിൻ്റെ ഒരു പ്ലാന്റ്. നല്ല കളറുള്ള പ്ലാന്റ് ആട്ടോ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് കളർ വന്നിട്ടുള്ളത്. നമ്മുടെ റയാൻ ഗോൾഡിൻ്റെ ഒക്കെ ഏകദേശം അങ്ങനെ ഒരു പാറ്റേൺ തോന്നുന്ന പ്ലാന്റാണ് കേട്ടോ. ഒരു അത്യാവശ്യം സൈസും ഉണ്ട്, ഈ മീഡിയം സൈസുള്ള നല്ല ബുഷി പ്ലാന്റാണ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ് കേട്ടോ, റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ തന്നെയാണ്. ഇതൊന്ന് വരുന്നത് അഞ്ചുമാനി പിങ്കിൻ്റെ ഒരു പ്ലാന്റ്. ഈ 3 പ്ലാന്റാണ് ഇൻക്ലൂഡിങ് CC 500ൻ്റെ ഫസ്റ്റത്തെ കോമ്പോയ്ക്ക് ഉള്ളത്. രണ്ടാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ നല്ലൊരു ചൈന റെഡ്, നല്ലൊരു മിൽക്കി വൈറ്റ്, പിന്നെ വരുന്നത് ഒരു ഹെങ്ങിൻ്റെ പ്ലാന്റ്. ഈ 3 പ്ലാന്റാണ് രണ്ടാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത്. മൂന്നാമത്തെ കോമ്പോയിൽ 2 പ്ലാന്റാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ നല്ലൊരു സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്, കൂടെ വരുന്നത് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റാണ് കേട്ടോ. നല്ല കളർ വന്നിട്ടുള്ള റെഡ് സ്റ്റാർ ഡസ്റ്റാണ്. 2 പ്ലാന്റാണ് നമ്മുടെ മൂന്നാമത്തെ കോമ്പോയ്ക്ക് വരുന്നത്. നാലാമത്തെ കോമ്പോയിൽ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കോബ്ര. നമുക്ക് കുറേ നാളായി കിട്ടിയിട്ട് ബ്ലാക്ക് കോബ്ര. അപ്പോൾ ഒരു ബ്ലാക്ക് കോബ്രയുടെ പ്ലാന്റ്, പിന്നെ വരുന്നത് റെഡ് സോഡിൻ്റെ ഒരു പ്ലാന്റ്, റൈസ് നാരയുടെ ഒരു പ്ലാന്റ്. 3 പ്ലാന്റാണ് നാലാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത് കോബ്രയുടെ ഒരു പ്ലാന്റ് കേട്ടോ, എഗ്ലോണിമ കോബ്രയുടെ ഒരു പ്ലാന്റ്. ഇത് വന്നിട്ട് റെഡ് സോഡിൻ്റെ ഒരു പ്ലാന്റ്, പിന്നെ വരുന്നത് ഡയമണ്ട് റെഡിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ, അങ്ങനെ ഡയമണ്ടിൻ്റെ പ്ലാന്റ്. ഈ 3 പ്ലാന്റാണ് നമ്മുടെ അഞ്ചാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത്. ആറാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ടുള്ളൊരു പിങ്ക് എലൈൻ്റെ പ്ലാന്റാണ്. ലൈറ്റ് BB പിങ്ക് കളറാണ് കേട്ടോ ഇത് വരാം, പിങ്ക് എലൈൻ. പിന്നെ വരുന്നത് പിങ്ക് അഞ്ചുമാനി പിങ്കിൻ്റെ ഒരു പ്ലാന്റ്, അഞ്ചുമാനി പിങ്കിൻ്റെ ഒരു പ്ലാന്റ്. പിന്നെ ഇത് വരുന്നത് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു പ്ലാന്റ്, ചെറിയൊരു പ്ലാന്റ്. ഈ 3 പ്ലാന്റാണ് നമ്മുടെ ആറാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത്. ഏഴാമത്തെ കോമ്പോയിൽ 2 പ്ലാന്റാണ് വരുന്നത്. അത് നല്ല ബുഷി ആയിട്ടുള്ള വലിയൊരു ബ്ലാക്ക് കോബ്രയുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ, നല്ല പ്ലാന്റാണ്. കൂടെ വരുന്നത് ചൈന റെഡിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. ഈ 2 പ്ലാന്റാണ് ഏഴാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത്. എട്ടാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ എഫിൻ ബാച്ചിയുടെ നല്ലൊരു വെറൈറ്റിയുടെ ഒരു പ്ലാന്റാണ്, നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. അതിൻ്റെ കൂടെ വരുന്നത് സെൻസ്റ്റാർ മഹാഷെട്ടിയുടെ ഒരു പ്ലാന്റാണ്. ഇതിനകത്ത് 2 ഷൂട്ടുണ്ട് കേട്ടോ, കണ്ടോ, 2 ഷൂട്ടിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതാണ് നമ്മുടെ എട്ടാമത്തെ കോമ്പോ. ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ കോമ്പോയിൽ നല്ല ബുഷി ആയിട്ടുള്ളൊരു റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റും, പിന്നെ കൂടെ വരുന്നത് ഗോൾഡൻ സ്പൂണിൻ്റെ ഒരു പ്ലാന്റും. 2 ബുഷി പ്ലാന്റ്സ്, നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്സാണ് കേട്ടോ രണ്ടും. ഇതാണ് 9ാമത്തെ കോമ്പോയിൽ വരുന്നത്. ഇനി ലാസ്റ്റത്തെ 10ാമത്തെ കോമ്പോയിൽ 3 പ്ലാന്റാണ് വരുന്നത്. പിങ്ക് സോഡിൻ്റെ ഒരു പ്ലാന്റ്, ഗോൾഡൻ സ്പൂണിൻ്റെ ഒരു മീഡിയം പ്ലാന്റ്, പിന്നെ സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു പ്ലാന്റ്. ഈ 3 പ്ലാന്റാണ് നമ്മുടെ 10ാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കോമ്പോസ്. അപ്പോൾ കോമ്പോ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.